ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. കാരണം ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് ഒരു അസുഖവുമായി ബന്ധപ്പെട്ടുള്ള ഒരു കുട്ടിയുടെ സഹായം അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ ആണ്. അതുകൊണ്ട് തന്നെ സുഖത്തിനും അസുഖത്തിനും ഇന്ന് വളരെ പ്രാധാന്യമുണ്ട്. ഈ വീഡിയോക്കും വളരെ പ്രാധാന്യമുണ്ട്. നമ്മളെല്ലാവരും നിത്യജീവിതത്തിൽ സോഷ്യൽ മീഡിയയായിട്ട് വളരെയധികം ബന്ധപ്പെട്ട് കഴിയുന്ന ഒരു ആൾക്കാരാണ്. അപ്പോൾ എല്ലാ ദിവസവും നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഫേസ്ബുക്കിലായാലും വാട്സപ്പിലായാലും അതല്ല യൂട്യൂബിലായി കഴിഞ്ഞാലും ഓരോ അസുഖത്തെക്കുറിച്ചും അല്ലെങ്കിൽ അസുഖബാധിതരെക്കുറിച്ചും അതിനുള്ള ധനസഹായത്തെക്കുറിച്ചുമുള്ള വീഡിയോസാണ് എന്നും കാണുന്നത്. നിങ്ങൾ ഈ വീഡിയോയും അതുപോലെ കണ്ട് തള്ളിക്കളയരുത്. കാരണം ഈ വീഡിയോ ഇന്ന് കേരളം, ഈ വീഡിയോ അല്ല, ഈ സംഭവം ഇന്ന് കേരളം മുഴുവൻ ചർച്ചാ വിഷയമാണ്. ആ ചർച്ചയിൽ ഞാനും കൂടി ഒരു പങ്കാളിയാകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. കാരണം ഇത് എൻ്റെ നാടിൻ്റെ തൊട്ടടുത്തുള്ള നാട്ടിലാണ് ഈ രോഗി ഉള്ളത്. അതുകൊണ്ട് തന്നെ അതിൽ പങ്കാളിയാവുക എന്നുള്ളത് എൻ്റെ ഒരു കടമയാണെന്ന് ഞാൻ കരുതുന്നു, എൻ്റെ ഒരു ബാധ്യതയാണ് എന്ന് ഞാൻ കരുതുന്നു. കാരണം നമ്മുടെ നിത്യജീവിതത്തിൽ ഞാൻ പറഞ്ഞതുപോലെ പല ആൾക്കാരുടെ വീഡിയോസും പല സഹായ അഭ്യർത്ഥനകളും, വീടില്ലാത്തത്, അസുഖബാധിതർ, അതേപോലെ തന്നെ പല പല ഓപ്പറേഷൻ ആയാലും എന്തായി കഴിഞ്ഞാലും പലതും നമ്മൾ കാണുന്നു. നമ്മളെ കൊണ്ട് കഴിയുന്ന സഹായങ്ങൾ നമ്മൾ ചെയ്യുന്നു. കാശ് കൊണ്ട് നമുക്ക് സഹായിക്കാൻ പറ്റാത്തതാണെങ്കിൽ നമ്മൾ ഒരു വീഡിയോ ഷെയർ ചെയ്തിട്ട് അത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചിട്ടുള്ള ഒരു സഹായം വരെ നമ്മൾ ചെയ്തു കൊടുക്കുന്നു. ഞാനും നിങ്ങളോട് പറയുന്നത് അത് തന്നെയാണ്. നിങ്ങൾ ദയവ് ചെയ്ത് നിങ്ങൾ സഹായിക്കണം. മുഹമ്മദ് എന്നു പേരുള്ള ഈ പിഞ്ചു ബാലനെ കണ്ണൂർ ജില്ലയിലെ മാട്ടൂൽ പഞ്ചായത്തിൽ താമസിക്കുന്ന ഈ റഫീഖ് മറിയുമ്മ ദമ്പതികളുടെ രണ്ടാമത്തെ മകനാണ് മുഹമ്മദ്. നിങ്ങളെല്ലാവരും സോഷ്യൽ മീഡിയയിൽ ഈ വാർത്തകൾ കണ്ടിട്ടുണ്ടാവാം. നിങ്ങൾക്കിതിൻ്റെ ആ സീരിയസ് എത്രത്തോളം ഉണ്ട് എന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ടാവാം. എന്നിരുന്നാലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എൻ്റെ ഒരു കടമയായിട്ട് ഞാൻ കരുതിയിട്ട്, ഇത് ആ വീട്ടുകാർ പറഞ്ഞിട്ടോ അല്ലെങ്കിൽ മറ്റുള്ളവരാരെങ്കിലും എന്നോട് പറഞ്ഞിട്ടോ അല്ല ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഞാൻ എൻ്റെ ഇഷ്ടപ്രകാരം വീഡിയോ ചെയ്യുകയാണ്. ഇതിൻ്റെ കൂടെ ഞാൻ അവരുടെ ഈ മറിയുമ്മ എന്ന് പറഞ്ഞവരുടെ അഡ്രസ്സും അവരുടെ ബാങ്ക് അക്കൗണ്ടും ചേർക്കുന്നുണ്ട്. നിങ്ങളാൽ കഴിയുന്നത്, ഞാൻ ഇതിനു മുമ്പ് ഏകദേശം ഒരു മാസം മുമ്പ് മെയ് 9 ഞാൻ ഒരു വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഫേസ്ബുക്കിൽ. അതിന് എനിക്ക് ആകെ കിട്ടിയ വ്യൂസ് വെറും 300 വ്യൂസാണ്. ഈ 300 വ്യൂസിൽ നിന്നും ആരെങ്കിലും ഒരാൾ ഒരു 10 രൂപ ആ കുടുംബത്തിനെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ പുണ്യം അവർക്ക് കിട്ടും. അതോടൊപ്പം തന്നെ അതിൽ ഞാൻ സന്തോഷവാനാണ്. എന്നെക്കൊണ്ട് ആ 10 രൂപയെങ്കിലും ആ കുടുംബത്തിന് എത്തി എന്നുള്ളത്. അതുതന്നെയാണ് ഞാൻ ഇവിടെയും ആഗ്രഹിക്കുന്നത്. എൻ്റെ വീഡിയോ ചിലപ്പോൾ 10 or 100 പേർ മാത്രമേ കാണുകയുള്ളൂ. അതിലൊരു 10 പേർ 10 രൂപ ആ കുടുംബത്തിന് സഹായിച്ചാൽ 100 രൂപയാകും. 3,30,00,000 മേൽ ആൾക്കാർ, ഏകദേശം 3.5 കോടി ആൾക്കാർ നമ്മുടെ കേരളത്തിൽ ഇന്ന് ജീവിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു 10% ആൾക്കാർ സഹായിച്ചാൽ തന്നെ ഈ കുട്ടിക്ക് ഈ മരുന്ന് ലഭിക്കും. തീർച്ചയാണ് ഇത് നമുക്ക് എല്ലാവർക്കും കൈകോർത്ത്, പരസ്പരം കൈകോർത്തുകൊണ്ട് നമുക്ക് മുന്നേറാൻ പറ്റുന്ന ഒരു അവസരമാണ്. അപ്പോൾ ഈ അവസരത്തിൽ എല്ലാവരും ആ കുട്ടിക്ക് വേണ്ടി സഹകരിക്കണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. മുഹമ്മദ് എന്നു പേരുള്ള ആ കുട്ടി, ഞാൻ പറഞ്ഞു, റഫീഖ് മറിയുമ്മ എന്നവരുടെ രണ്ടാമത്തെ കുട്ടിയാണ്. മൂത്ത കുട്ടി 15 വയസ്സായി, പെൺകുട്ടിയാണ്, അഫ്ര എന്നുള്ള പെൺകുട്ടി. നിങ്ങളെല്ലാവരും വീഡിയോസ് കണ്ടിട്ടുണ്ടാവാം. ആ കുട്ടിക്കും ഇതേ അസുഖമാണ്. അന്ന് ഇതിന് പേര് പോലുമില്ല. ഡോക്ടറുടെയിൽ അന്ന് ഈ അസുഖത്തിന് പേര് പോലും നിശ്ചയിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അതിന് മരുന്നുമില്ല. ഇന്ന് ആ കുട്ടി പൂർണ്ണമായിട്ടും വീൽ ചെയറിലാണ്. ആ രക്ഷിതാവിൻ്റെ വീഡിയോസിൽ നമ്മൾ പല വീഡിയോസിലും കണ്ടിട്ടുണ്ട്. ആ രക്ഷിതാവിൻ്റെ ആ ദയനീയമായിട്ടുള്ള ആ വാക്കുകൾ, ആ കുട്ടിക്ക് വേണ്ടിയിട്ട് ഉറക്കം വിളിച്ചിരുന്ന് രാത്രിയിൽ കൈകാലുകൾ മാറ്റി കൊടുക്കാനും തല ചിരിച്ചു വെച്ച് കൊടുക്കാനും ഒക്കെ ബുദ്ധിമുട്ടിയിട്ടുള്ളത്. അപ്പോൾ ആ പെൺകുട്ടി തന്നെ പറയുന്നു, എനിക്കിനി ഒന്നും ചെയ്യാനില്ല, ഇനി എൻ്റെ പ്രാർത്ഥന എൻ്റെ അനുജന് ഈ മരുന്ന് ലഭിക്കട്ടെ എന്നുള്ളതാണ്. ഇനി ഏതാനും മാസങ്ങൾ മാത്രമേ നമ്മുടെ മുന്നിൽ ബാക്കിയുള്ളൂ. നവംബർ ആകുമ്പോഴത്തേക്കും ആ കുട്ടിക്ക് 2 വയസ്സ് തികയും. 2 വയസ്സിന് മുന്നേ ഈ ഒരു ഡോസ് അത് കൊടുത്തേ പറ്റുള്ളൂ. അത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മളെല്ലാവരും
അതിന് സഹകരിച്ചേ പറ്റുള്ളൂ. കാരണം ഇതിൻ്റെ മരുന്നിൻ്റെ തുക നിസാരമല്ല. ഈ മരുന്നിൻ്റെ പേര് സോൾജസ്മ എന്നാണ്. ഈ സോൾജസ്മ എന്ന് പേരുള്ള ഈ മരുന്ന് അമേരിക്കയിൽ മാത്രമാണ് ലഭ്യം. അത് അമേരിക്കയിൽ നിന്നും ഇവിടെ വരുത്തിക്കണം. ഇവിടെ വരുത്തിച്ചിട്ട് വേണം ഈ കുട്ടിക്ക് നൽകാൻ. ഇതിന് 18 കോടി രൂപയാണ് ചെലവ് വരിക ഈ ഒരു ഡോസ് മരുന്നിന്. ഞാൻ പറഞ്ഞു, മെയ് 9 ഞാൻ ഒരു വീഡിയോ, ഈ കുട്ടിയുടെ ഒരു വീഡിയോ മറ്റാരോ വാട്സപ്പിൽ ഷെയർ ചെയ്ത വീഡിയോ ഞാൻ എൻ്റെ ഫേസ്ബുക്ക് പേജിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് ഞാൻ കരുതിയിരുന്നു ഈ 18 കോടി രൂപ നമുക്ക് സമാഹരിക്കാൻ പറ്റുമോ എന്നുള്ളത്. പക്ഷേ ആ പോസ്റ്റിന് ശേഷം ഒരു 2 ആഴ്ചയ്ക്ക് ശേഷം ഞാൻ നമ്മുടെ മനോരമ പേപ്പറിൽ ഒരു ന്യൂസ് കണ്ടു. നോർത്ത് ഇന്ത്യയിൽ ഒരു കുട്ടിക്ക് ഇതുപോലുള്ള സോഷ്യൽ മീഡിയയിലൂടെ ആൾക്കാർ കൂട്ടായ്മയുണ്ടാക്കി ആ മരുന്ന് അമേരിക്കയിൽ നിന്നും വരുത്തിച്ച് കുട്ടിക്ക് നൽകി എന്നുള്ളത്. അതിന് നമ്മുടെ സർക്കാർ സഹകരിച്ചിട്ടുണ്ട്. സർക്കാർ അതിനുള്ള ടാക്സ് ഇളവ് നൽകിയിട്ടുണ്ട്, ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇന്ന് നമ്മളെല്ലാം കൈകോർത്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ കുട്ടിക്ക് ഈ മരുന്ന് നൽകാൻ സാധിക്കും. അത് എല്ലാവരിലും ഒരു വലിയ പുണ്യമാണ്, നമ്മൾ ചെയ്യുന്ന ഒരു വലിയ പുണ്യം. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ വീഡിയോ ഒരു 10 പേർക്കെങ്കിലും, കാണുന്നവർ ഒരു 10 പേരിലേക്കെങ്കിലും എത്തിച്ചു കൊടുക്കുക. ഓരോരുത്തരും അവരവരിൽ കഴിയുന്ന 1 രൂപയെങ്കിലും 1 രൂപ. നമ്മൾ പണ്ട് സ്കൂൾ പഠിച്ചിട്ടില്ലേ, അണ്ണാറക്കണ്ണൻ തന്നാലായത്. അതാണ് ഞാൻ ചെയ്യുന്നത്, എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത്. ഈ കാര്യം നിങ്ങളെ ഒന്ന് ഉത്ബോധിപ്പിക്കുക, നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതല്ല. നിങ്ങൾ പല മീഡിയകളിലൂടെയും നിങ്ങളിത് അറിഞ്ഞിട്ടുണ്ടാവാം, കണ്ടിട്ടുണ്ടാവാം. എന്നിരുന്നാലും വീണ്ടും നിങ്ങളെ ഒന്ന് ഓർമ്മിപ്പിക്കുക എന്നുള്ളതാണ് ഞാനിവിടെ ചെയ്യുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ എന്നെപ്പോലെ തന്നെ മറ്റുള്ള ഓരോരുത്തരും ഒരു 10 പേർക്കെങ്കിലും ഇത് എത്തിച്ചു കൊടുക്കുക. അവരവരെ കൊണ്ട് കഴിയുന്ന സഹായം, 1 രൂപയെങ്കിൽ 1 രൂപ, 10 രൂപയെങ്കിൽ 10 രൂപ. ഇനി 1000മോ 10000മോ ലക്ഷമോ സഹായിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ അത് എങ്ങനെയാണ് പറ്റുക എന്നുള്ളത് കുറച്ച് നാളുകൾ മാത്രമേ നമ്മുടെ മുന്നിൽ ബാക്കിയുള്ളൂ. അതിനു മുന്നേ നിങ്ങൾ ആ കുടുംബത്തെ ഓർത്ത്, ആ കുട്ടിയെ ഓർത്ത്, ഒരു ജീവന്റെ വിലയാണ് 18 കോടി രൂപ. ആ ജീവന് വേണ്ടിയിട്ട് ആ കുട്ടി അനുഭവിക്കുന്ന ആ വേദന, കാരണം ഈ അസുഖത്തിന്റെ പ്രത്യേകത മസിലുകൾ ക്ഷയിച്ചു പോകുക എന്നുള്ളതാണ്. അതിന്റെ വേദന അനുഭവിച്ചാൽ മാത്രമല്ലേ അറിയുള്ളൂ. നമ്മൾ അനുഭവിക്കാത്തത് കൊണ്ട് നമുക്കറിയില്ല. നമ്മുടെ കുടുംബത്തിലാണ്, ഇല്ലെങ്കിൽ നമ്മുടെ കുട്ടിക്കാണ്, ഇല്ലെങ്കിൽ നമുക്കാണ് ഇത് സംഭവിക്കുന്നത് എങ്കിൽ എത്രമാത്രം ബുദ്ധിമുട്ട് നമ്മൾ അനുഭവിക്കേണ്ടി വരും. അത് ഓർത്തുകൊണ്ട് നിങ്ങളാൽ കഴിയുന്നത് നിങ്ങൾ ചെയ്യുക. എങ്ങനെയാണ് നിങ്ങൾക്ക് കഴിയുന്നത്? ഈ വീഡിയോ പ്രചരിപ്പിച്ചിട്ടാണ് നിങ്ങൾക്ക് കഴിയുന്നതെങ്കിൽ അങ്ങനെ. അതല്ല, നിങ്ങൾക്ക് കാശ് കൊണ്ട് സഹായിക്കാൻ പറ്റുന്നുണ്ട് എങ്കിൽ കാശ് കൊണ്ട്. ഈ വീഡിയോയുടെ കൂടെ ഞാൻ ഇതിൻ്റെ അഡ്രസ്സ് കൂടെ ഞാൻ ചേർക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ സഹകരിക്കും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. കാരണം ഈ വീഡിയോയിലൂടെ എനിക്ക് വല്ല വരുമാനവും കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അതിൽ നിന്നുള്ള ആ വരുമാനം ഈ കുടുംബത്തിന് ഏൽപ്പിക്കുക തന്നെ ചെയ്യും. അത് എൻ്റെ വാക്കാണ്. അതുപോലെ നിങ്ങളും ഈ വീഡിയോ കാണുന്ന മറ്റ് യൂട്യൂബ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, ഫേസ്ബുക്ക് പേജുള്ള ആൾക്കാരുണ്ടാവും, വാട്സപ്പിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പറ്റും. നിങ്ങളെല്ലാവരും ഷെയർ ചെയ്യുക. അവരവരുടെ വീഡിയോ അവരവർ ഷെയർ ചെയ്യുക. ഇതുപോലുള്ള ആൾക്കാരുടെ ഇതുപോലുള്ള വീഡിയോസ് മറ്റുള്ളവരെയും ഷെയർ ചെയ്യുക. എല്ലാവരും ഷെയർ ചെയ്ത് ഇതൊരു #ആയി ഏറ്റെടുത്ത് നിങ്ങൾ നമ്മുടെ കേരളം മുഴുവൻ, ഇന്ത്യ മുഴുവൻ പരക്കെ എല്ലാവരിലേക്കും എത്തിച്ച് ഓരോരുത്തരെ കൊണ്ടും കഴിയുന്ന ആ സഹായം ആ കുടുംബത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി നിങ്ങളെല്ലാവരും സഹകരിക്കുക. നിങ്ങളെല്ലാവരും സഹകരിക്കും എന്നുള്ള ആ വിശ്വാസം എനിക്കുണ്ട്. കാരണം നമ്മൾ കേരളം ഇതിനേക്കാളൊക്കെ വലിയ വലിയ സഹായങ്ങൾ ചെയ്തവരാണ് നമ്മൾ മലയാളികൾ, തീർച്ചയായിട്ടും. അതുകൊണ്ട് നമുക്കിതിനെ, ഈ കുട്ടിയെ രക്ഷിക്കാൻ പറ്റും. ഈ 18 കോടി രൂപയുടെ ഈ സോൾജസ്മ എന്ന ഈ മരുന്ന് നമുക്ക് മുഹമ്മദിന് എത്തിച്ചു കൊടുക്കാൻ പറ്റും എന്നുള്ള വിശ്വാസം തന്നെയാണ് എനിക്കുള്ളത്. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും സഹകരിക്കും എന്നുള്ള ആ വിശ്വാസത്തോടു കൂടിയും പ്രാർത്ഥനയോടുകൂടിയും ഞാൻ തൽക്കാലം നിർത്തുന്നു.